ഗുഡ് മോർണിംഗ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ഈ THR/HCM ടേക്ക് ഹോം റേഷൻ അല്ലെങ്കിൽ ഹോട്ട് കുക്ക്ഡ് മീൽ. നമുക്കറിയാമല്ലോ, നമുക്ക് 6-3ലും 3-6ലൊക്കെ വരുന്നുണ്ട്. 6-3 THR-ഉം 3-6 HCM ആണ് വരുന്നത്. അതിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ അംഗനവാടിയിൽ വരാത്തവരുടെ ചെയ്യണോ, FRS അംഗനവാടിയിൽ വരാത്തവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അംഗനവാടി ഏരിയയിലുള്ള എല്ലാവരും നമ്മുടെ ഗുണഭോക്താക്കളാണ്. ഗുണഭോക്താക്കൾ ഇൻ സെൻസ് നമ്മുടെ പോഷൻ ട്രാക്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, മനസ്സിലായ. പക്ഷേ അതിനകത്ത് നമ്മുടെ ആനുകൂല്യം സ്വീകരിക്കുന്നവരാണ് അതിനകത്ത് കുറച്ച് വരുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3-6 എടുക്കുകയാണെങ്കിൽ ഒരു 30 കുട്ടികൾ ആ 3-6 നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 10 കുട്ടികളായിരിക്കും അംഗനവാടിയിൽ വരുന്നുണ്ടാവുള്ളൂ. മറ്റുള്ളവർ സ്കൂൾ ഗോയിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളിതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കാറ്റഗറിയിലും വെച്ച് ചേഞ്ചസ് ഉണ്ട്. 6 month to 3 year-ഉം 3-6 രണ്ടും എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് നിങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ആരുടെയൊക്കെ ചെയ്യണം, ആരുടെയൊക്കെ ചെയ്യണ്ട, അതുപോലെ തന്നെ ആരുടെയൊക്കെ ഒറ്റത്തവണത്തെ ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി എന്നുള്ളത് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രഗ്നൻറ്റ് മദർ ആൻഡ് ലാക്ടേറ്റീവ് മദർ നമുക്കറിയാം, ഗർഭിണിയും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരും. അപ്പോൾ PMA ആൻഡ് LMA കേസിൽ നമുക്കറിയാം, നമ്മളെ എല്ലാവരുടെയും നമുക്ക് ചെയ്യണം, അറിയാമല്ലോ, PMA LMA. അപ്പോൾ PMA LMA നിങ്ങൾ രജിസ്റ്റർ ചെയ്യും, നോർമലി രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം അവരുടെ FRS രേഖപ്പെടുത്തും. അപ്പോൾ ഓൾറെഡി മുന്നേ രജിസ്റ്റർ ചെയ്ത കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് FRS EKYC ചെയ്ത് അതുപോലെ ഫേസ് ക്യാപ്ചറിങ് ചെയ്ത് അവസാനിപ്പിക്കണം. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പുതിയതായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ EKYC ആൻഡ് ഫേസ് ക്യാപ്ചറിങ് എന്ന് പറയണത് നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അത് രേഖപ്പെടുത്താനായിട്ട് വരും. മുന്നേ അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഒരു ബെനിഫിഷ്യറിയെ രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് FRS ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, FRS ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ, അതായത് അവരെ ആധാർ ഡീറ്റെയിൽസ് അടിച്ച് രേഖപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. EKYC ചെയ്യും, ദെൻ ഫേസ് ക്യാപ്ചറിങ് ചെയ്യും. അതിന് ശേഷമാണ് ഈ ബെനിഫിഷ്യറിയെ ചേർത്താനുള്ള ആ ഒരു പേജ് നിങ്ങൾക്ക് തുറന്നു വരാം, അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കുകയില്ല. ഇവർ രജിസ്റ്റർ ചെയ്യണം, ഇവിടെ FRS EKYCയും ഫേസ് ക്യാപ്ചറിങ് പൂർത്തീകരിക്കണം. പിന്നീടുള്ള മാസങ്ങളിലും ഇവർക്ക് പൊടി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവർ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്തിരിക്കണം, മനസ്സിലായി. ഇതിൽ നിങ്ങൾക്ക് വേറെ സംശയത്തിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ മാസം ആദ്യത്തെ തവണ ഫസ്റ്റ് നമ്മളൊരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഫസ്റ്റത്തെ തന്നെ THR എന്നല്ല പറയുക, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണതിന് നമ്മൾ പറയുക രജിസ്ട്രേഷൻ എന്നാണ്. ആ രജിസ്ട്രേഷൻ ഞങ്ങൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. അങ്ങനെ EKYCയും ഫേസ് ക്യാപ്ചറിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങളിൽ ചെയ്യുമ്പോൾ ഫേസ് വെരിഫിക്കേഷൻ മാത്രം നടത്തിയാൽ മതി, മനസ്സിലായ. പിന്നീടുള്ള മാസങ്ങളിൽ ഫേസ് വെരിഫിക്കേഷൻ മാത്രം നടത്തിയാൽ മതി, EKYCയോ മറ്റ് പ്രോസസ്സിൻ്റെയോ ആവശ്യം ഇല്ല. ഇനി നമുക്ക് 6-3 വരാം. 6 month to 3 വരുമ്പോൾ അവിടെ THR സ്വീകരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, അതായത് കുട്ടികൾക്ക് പൊടി വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളുണ്ടായിരിക്കാം. അങ്ങനെ 6 month to 3 year THR സ്വീകരിക്കുന്നവരാകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 6 month to 3 year കുട്ടികളെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ മുന്നേ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ നിങ്ങൾ എന്ത് ചെയ്യും, EKYC ചെയ്യും, ഫേസ് ക്യാപ്ചറിങ് ചെയ്യും. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ കഴിയും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, THR മാർക്ക് ചെയ്യും. 6-3 THR ആണല്ലോ, 25 ദിവസം കാണിച്ച് THR മാർക്ക് ചെയ്ത് ആ പ്രോസസ്സ് 25 ദിവസത്തെ ആ പ്രോസസ്സ് ആ മാസം തീർന്നു. ദെൻ അടുത്ത മാസം വരുമ്പോൾ ഇവർ സ്വീകരിക്കുന്നവരാണ്. അടുത്ത മാസം വരുമ്പോൾ ആ ബെനിഫിഷ്യറിയുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യും, ഫേസ് ക്യാപ്ചറിങ് നടത്തും. അതായത് പിന്നീടുള്ള മാസങ്ങളിൽ ഫേസ് ക്യാപ്ചറിങ് മാത്രം മതി. അതായത് നിങ്ങൾ നേരിട്ട് THR/HCM പോകുമ്പോൾ നേരെ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ ആ ഒരു പേജാണ് വരിക. ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് പറഞ്ഞതിന് ശേഷം അത് വീഡിയോ രൂപത്തിലുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നേരെ നിങ്ങൾക്ക് ആ പേജിലേക്ക് വന്ന് ഫേസ് ക്യാപ്ചറിങ് ചെയ്തു, 25 ദിവസം കാണിച്ചു, പരിപാടി കഴിഞ്ഞു, മനസ്സിലായ. ഈ THR സ്വീകരിക്കുന്നവർക്ക് ആദ്യത്തെ ഒരു തവണ മാത്രമാണ്, ഞാൻ പറഞ്ഞില്ല, രജിസ്ട്രേഷനാണത്. EKYCയും ഫേസ് വെരിഫിക്കേഷനും പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രജിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ THR ഇടണത്. അപ്പോൾ സ്വീകരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്താൽ പിന്നീടുള്ള മാസങ്ങൾ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, അവരുടെ ഫേസ് ക്യാപ്ചറിങ് മാത്രം നടത്തിയാൽ മതി, EKYCയോ മറ്റു പ്രോസസ്സോ വേണ്ട. ഇനി ഈ 6-3 THR വേണ്ട എന്ന് പറഞ്ഞവരുണ്ടെന്ന് വിചാരിക്കാം, ഉണ്ടായിരിക്കാമല്ലോ. ഞങ്ങൾ കുട്ടികൾക്ക് പൊടി വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ അവരുണ്ട്,
പോഷൻ ട്രാക്കറിൽ അവരുണ്ട്. നിങ്ങൾ THR ബാർ HCM ഇവരോട് ചോദിക്കും, THR വേണോ ചോദിക്കുമ്പോൾ അവർ നോ, ഞങ്ങൾക്ക് THRൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് പൊടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനടി ഈ ബെനിഫിഷ്യറീനെ എടുത്തിട്ട് അവരുടെ THR ബാർ HCMൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോ എന്ന് കൊടുക്കും. ആണല്ലോ, കാരണം അവർക്ക് വേണ്ട, അപ്പോൾ ആനുകൂല്യം വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ നോ എന്ന് കൊടുക്കും. ആ നോ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് THR ബാർ HCM വേണ്ടെന്നുള്ള രീതിയിലേക്ക് പോവും. പക്ഷേ ഈ ബെനിഫിഷ്യറി അവിടെ എടുക്കുന്നുണ്ടാവും. ആ ബെനിഫിഷ്യറി പോകണില്ല. ബെനിഫിഷ്യറി പോകണമെങ്കിൽ നമ്മൾ അവരെ ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എന്തുണ്ടാവും, അത് നമ്മുടെ പോപ്പുലേഷൻ എഫക്റ്റ് ചെയ്യും. മനസ്സിലായ? അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയോ മൈഗ്രേറ്റ് ഔട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ പോപ്പുലേഷൻ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പകരം THR ബാർ HCM വേണ്ട എന്ന് പറയുന്നവരെ THR ബാർ HCMൻ്റെ അവിടെ പോയിട്ട് നോ എന്ന് കൊടുക്കുകയും അതിനുശേഷം അവരുടെ ഫേസ് ക്യാപ്ചറിങ്ങും EKYCയും ഒരു തവണ ചെയ്തിടണം. അതായത് നമ്മൾ ആധാർ വെരിഫിക്കേഷൻ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടിയുടെ ആധാർ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ആധാർ വെരിഫിക്കേഷൻ വേണ്ട, ഒറ്റ തവണ വേണ്ട. അതുപോലെ ഈ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരും, പൊടി വേണ്ട, ഞങ്ങൾക്ക് ആനുകൂല്യം വേണ്ടാന്ന് പറഞ്ഞവരുടെയും നിങ്ങൾ എന്ത് ചെയ്യണം, EKYCയും ഫേസ് ക്യാപ്ചറിങ്ങും ഒരു തവണ ചെയ്തിടണം. പിന്നെ ആ കുട്ടിക്ക് THR ബാർ HCM വേണ്ടാത്തതുകൊണ്ട് തുടർന്നുള്ള മാസങ്ങൾ എന്ത് വേണ്ട, നിങ്ങൾക്ക് ഫേസ് ക്യാപ്ചറിങ് എടുത്ത് THRൻ്റെ 25 ദിവസം കാണിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അവർ 2 മാസത്തിന് ശേഷം അവർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോ കൊടുത്തതിൻ്റെ താഴെ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് വിടാം. അങ്ങനെ റിക്വസ്റ്റ് വിട്ട് സൂപ്പർവൈസർ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം അവർ പിന്നീട് ആവശ്യപ്പെടുന്ന ആ മാസത്തിൽ അവർക്ക് കൊടുക്കാനും പറ്റും. അപ്പം മാത്രം അവരുടെ ഫേസ് ക്യാപ്ചറിങ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നേ ഫസ്റ്റ് തന്നെ നമ്മൾ EKYCയും ഫേസ് ക്യാപ്ചറിങ്ങും എല്ലാവരുടെയും കഴിച്ചിടാൻ പറയണത്. പിന്നീട് വേണ്ടവരുടെ മാത്രം ഫേസ് ക്യാപ്ചറിങ് തുടർന്നുള്ള മാസങ്ങളിൽ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 3 to 6 ഇയർ കുട്ടികൾ, ഇപ്പോൾ 3 to 6 ഇയർ കുട്ടികളാകുമ്പോൾ നമുക്കറിയാം HCM ആണ് നമ്മൾ കൊടുക്കുന്നത്, THR അല്ലല്ലോ. അപ്പോൾ ഹോട്ട് കുക്ക്ഡ് മീൽ HCM ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ HCM കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ അംഗനവാടിയിൽ വരുന്നവരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് ഫുഡ് കഴിക്കും. ശരിയാണല്ലോ, ഹോട്ട് കുക്ക്ഡ് മീൽ കഴിക്കും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അറ്റൻഡൻസ് ഇടും, അവരുടെ HCM മാർക്ക് ചെയ്യും. ഒപ്പം തന്നെ അവരുടെ ഫേസ് ക്യാപ്ചറിങ്ങും EKYCയും പൂർത്തീകരിച്ചിരിക്കണം. നിർബന്ധമായും അംഗനവാടിയിൽ വരുന്ന എല്ലാ കുട്ടികളുടെയും ഫേസ് ക്യാപ്ചറിങ്ങും EKYCയും പൂർത്തീകരിച്ചിരിക്കണം. ഇവർക്ക് പിന്നെ മാസമുള്ള THR അങ്ങനത്തെ പ്രോസസ്സൊന്നുമില്ല. HCM നേരിട്ട് നമ്മൾ അംഗനവാടിയിൽ നിന്ന് കൊടുക്കണതല്ലേ. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. 3 to 6 ഇയർ കുട്ടികൾക്ക് നേരെ അംഗനവാടിയിൽ വരുന്നവരുടെ EKYCയും ഫേസ് ക്യാപ്ചറിങ്ങും നിങ്ങൾ കഴിച്ചിടുക. ആ ഒറ്റ പ്രോസസ്സ് അവിടെ തീർന്നു. പിന്നെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ലാന്ന്. മാസം വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. HCM എല്ലാ മാസവും എല്ലാ ദിവസവും രേഖപ്പെടുത്തി പോവുക. പക്ഷേ ഒറ്റത്തവണ പ്രോസസ്സായ EKYC വിത്ത് ഫേസ് ക്യാപ്ചറിങ് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ അംഗനവാടിയിൽ വരാത്തവരാണെങ്കിൽ EKYCയും ഫേസ് വെരിഫിക്കേഷനും ചെയ്തിടാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ പല ടീച്ചർമാരും പറഞ്ഞിരുന്നു, അംഗനവാടിയിൽ വരാതെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നവർ അവർ ആധാർ ഡീറ്റെയിൽസും OTP ഒക്കെ തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് അധികം നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും 3 to 6 കുട്ടികളെ ചെയ്യാൻ പറ്റുന്നവരുടെ ചെയ്തിടാം, അംഗനവാടിയിൽ വരാത്തവരുടെ. പക്ഷെ നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ഡയറക്ടറേറ്റ് തലത്തിൽ നടന്ന മീറ്റിങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് SPMU ലെവലിൽ ഡയറക്ടറേറ്റ് ലെവലിൽ തന്ന നിർദ്ദേശം അനുസരിച്ച് 3 to 6 പ്രീ സ്കൂൾ കുട്ടികളുടെ EKYCയും ഫേസ് വെരിഫിക്കേഷനും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. ഇനി ജസ്റ്റ് ഈ ഒരു സെയിം കാര്യം തന്നെ ഞാൻ പോഷൻ ട്രാക്കറിൽ ഒരു ഡെമോ പോലെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ആദ്യം PMൻ്റെ നോക്കാം. PMൻ്റെ എല്ലാം എടുക്കുക. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് PMനെ ചെക്ക് ചെയ്യാം. അപ്പോൾ PMനെ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. PMനെ എടുത്തു, നമ്മൾ അവരുടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് THR ബാർ HCM എന്നുള്ളത് കാണാം. ആ THR ബാർ HCM നോക്കിയപ്പോൾ നിങ്ങൾക്ക് യെസ്, അതായത് ആ ബെനിഫിഷ്യറിക്ക് എന്ത് പൊടി വേണം, അതായത് ആനുകൂല്യം സ്വീകരിക്കുന്നുണ്ട്, അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, യെസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നോ ആണെങ്കിലും ഫേസ് വെരിഫിക്കേഷനും EKYCയും ചെയ്യണം. പിന്നീടുള്ള മാസങ്ങളിൽ അവർക്ക് ആനുകൂല്യം THR രേഖപ്പെടുത്തുകയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഇല്ലാത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ യെസ് ആയി. നമ്മൾ ആ കുട്ടിയുടെ പേരുമ്മ ക്ലിക്ക് ചെയ്തു. പേരുമ്മ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ഇതേ കണ്ട, അവരുടെ ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട്. കണ്ട, EKYCയും ഫേസ് വെരിഫിക്കേഷനും ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് പൊടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. THR ബാർ HCM യെസ് ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഈ ഒരു മാസത്തെ ഇവരുടെ ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഫേസ് വെരിഫിക്കേഷൻ ആൻഡ് EKYC പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് THR രേഖപ്പെടുത്തലാണ്. അതായത് ഓരോ മാസവും അവരെന്ത് ചെയ്യണം, ഈ ബെനിഫിഷ്യറിയുടെ നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി
THR/HCMൽ പോയിട്ട് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഫേസ് എടുത്തുകൊണ്ട് വെരിഫൈ ചെയ്ത് 25 ഡേയ്സ് കാണിക്കാം. ഇതുപോലെ തന്നെയാണ് LMൻ്റെ കേസും. ഇപ്പോൾ നമുക്കൊരു LMന് നോക്കാം. LMന് നമ്മളിതുപോലെ ക്ലിക്ക് ചെയ്തു, അവരുടെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് THR/HCM നോക്കി, അതും യെസ് തന്നെയാണ്. മനസ്സിലായ? യെസ് എന്ന് പറഞ്ഞാൽ ഒരു ആനുകൂല്യം സ്വീകരിക്കുന്നുണ്ട്. ഇനി നോ ആണ് കൊടുത്തതെങ്കിലും എന്ത് കംപ്ലീറ്റ് ചെയ്യണം, ഫസ്റ്റത്തെ ലെവലുള്ള ഫേസ് വെരിഫിക്കേഷനും ഇതും KYCയും തീർത്തിരിക്കണം, രജിസ്ട്രേഷൻ പ്രോസസ്സ് കേട്ടാ. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുക, അവരുടെ പേരുമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവരുടെയും ഫേസ് വെരിഫിക്കേഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, ഫേസ് വെരിഫിക്കേഷൻ്റെ അവിടെ 2 ടിക്ക് വന്നിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നേരെ തുടർന്നുള്ള മാസങ്ങളിൽ എന്ത് ചെയ്താൽ മതി, നേരെ ഡെയിലി ട്രാക്കിങ്ങിൽ THR/HCMൽ പോയി അവരുടെ ഫേസുമ്മ ക്ലിക്ക്, ആ ഫോട്ടോമ്മ ക്ലിക്ക് ചെയ്ത് ഫേസ് ഫോട്ടോ എടുത്തതിന് ശേഷം THR 25 ദിവസം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര ഉള്ള പരിപാടി. ദെൻ അടുത്തൊരു കാറ്റഗറി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 6 months to 3 year എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ 6 months to 3 year എടുക്കുമ്പോഴും സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പോൾ ഫസ്റ്റത്തെ കുട്ടീനെ നമ്മൾ എടുത്തു, അവരുടെ THR/HCM നോക്കി, യെസ് തന്നെയാണ്. ഇനിയിപ്പോൾ നോ കൊടുത്ത കേസുകൾ മേ ബി വരാം. ഏതെങ്കിലും കേസ് നോ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഫേസ് വെരിഫിക്കേഷൻ കഴിച്ചിരിക്കണം. വൺസ് ഇപ്പോൾ കുട്ടിയുടെ ഇതുപോലെ നോ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. മുകളിലാണ് ഇസ് ദ ബെനിഫിഷ്യറി വില്ലിങ് ടു ടേക്ക് THR/HCMൻ്റെ അവിടെ നോ എന്നാൽ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നോ കൊടുത്താലും എന്ത് ചെയ്യണം, അവരുടെ THR ഫേസ് വെരിഫിക്കേഷൻ കണ്ട ഇതുപോലെ ഡബിൾ ടിക്ക് ആയിരിക്കണമെന്ന്. നോ കൊടുത്തവരുടെയും KYCയും ഫേസ് വെരിഫിക്കേഷനും ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്ത പോലെ. പിന്നീട് നോ പറഞ്ഞവർക്ക് എന്ത് ചെയ്യണ്ട, പിന്നീടുള്ള മാസങ്ങളിൽ ഫേസ് വെരിഫിക്കേഷൻ നടത്തി 25 ദിവസം എന്നുള്ളത് കാണിക്കണ്ട. അത്രേ ഉള്ളൂ മാറ്റം. മനസ്സിലായ? പിന്നീട് 3 to 6 എടുത്തോ. 3 to 6 എടുക്കുമ്പോൾ അവിടെ എന്താ, അവിടെ HCM ആയി മാറിയെന്ന് മാത്രം. 6 to 3 വരെ THR ആണ്, 3 to 6 ആകുമ്പോൾ HCM ആവും. അപ്പോൾ അവരുടെ HCM നമ്മൾ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണതാണ്. വരുന്നവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കണമല്ലോ. സെലക്ട് ചെയ്ത് ടൈപ്പൊക്കെ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണതാണ്. അപ്പോൾ അവരുടെ നമ്മൾ നോക്കി THR/HCM നോക്കി, അത് നോ. ശ്രദ്ധിച്ചാൽ നിങ്ങൾ നോ, അതായത് ഈ കുട്ടിക്ക് വേണ്ട. കണ്ട, അപ്പോൾ അതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതിനകത്ത് നോ കൊടുത്തു ഇവർ. നോ കൊടുത്തിട്ട് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് വാണ്ട് ടു ചേഞ്ച് THR/HCM ഓപ്ഷൻ. കണ്ട, വാണ്ട് ടു ചേഞ്ച് THR/HCM ഓപ്ഷൻ നെക്സ്റ്റ് മന്ത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾ ഈ മാസം അവർ ഒരു ആനുകൂല്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോ കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അടുത്ത മാസം അവർ ആ കുട്ടീനെ അംഗനവാടിയിൽ കൊണ്ടിരുത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് യെസ് ആക്കണം. അങ്ങനെ യെസ് ആക്കേണ്ട കേസ് വരാം. ഈ മാസം പൊടി വേണ്ടെന്ന് പറഞ്ഞവർ അടുത്ത മാസം പൊടി വേണമെന്ന് പറഞ്ഞു വരാം. അങ്ങനത്തെ കേസൊക്കെ ആക്കണ സമയത്ത് ഈ മാസം നിങ്ങൾ നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 1-ാം തീയതിയാണ് അത് യെസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ കണ്ട ഓപ്ഷൻ, അതായത് യു ക്യാൻ റൈസ് THR/HCM ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് നെക്സ്റ്റ് മന്ത്. അതായത് അടുത്ത മാസം 1-ാം തീയതി. ഇപ്പോൾ ഓഗസ്റ്റ് അല്ലേ, സെപ്റ്റംബർ 1-ാം തീയതി അവിടെ നിങ്ങൾക്ക് സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് അയക്കാനുള്ളത് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അയക്കുമ്പോൾ സൂപ്പർവൈസർ അവരെ ലോഗിൻ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് യെസ് ആയിട്ട് മാറും. നിങ്ങൾക്ക് ഇവർക്ക് ഫേസ് വെരിഫിക്കേഷൻ നടത്തി കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ നോ കൊടുത്തവരുടെയും നിങ്ങൾ എന്ത് ചെയ്തിടണം, ഫേസ് വെരിഫിക്കേഷൻ നടത്തിയിടണം. ഫേസ് വെരിഫിക്കേഷൻ KYCയും ഫേസ് വെരിഫിക്കേഷൻ നടത്തി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നോ കൊടുത്തേക്കാണ്, ആ കുട്ടിയുടെ നോ ആണ് കൊടുത്തിരിക്കുന്നത്, ആനുകൂല്യം സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾ ഫേസ് വെരിഫിക്കേഷനും KYC നടത്തിയിട്ടുണ്ട്. കണ്ട, KYC ഡബിൾ ടിക്ക് വന്നു, ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് വന്നു. ഇനി അവർക്ക് എപ്പോഴെങ്കിലും വേണമെന്ന് പറയുന്ന സമയത്ത് വെറുതെ ആ ഫേസ് എടുത്ത് HCM മാത്രമേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ബുദ്ധിമുട്ടില്ല എന്ന്. നമുക്ക് വേറൊരു കുട്ടീനെ നോക്കാം. ഈ കുട്ടിക്കും ഫേസ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മാക്സിമം അപ്പോൾ 3 to 6 സ്കൂൾ ഗോയിങ് കുട്ടികളുടെ ഫേസ് വെരിഫിക്കേഷനും KYCയും ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നമുക്ക് പ്രീ സ്കൂളിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ നിർദ്ദേശം തന്നിട്ടുള്ളത്. എന്നാൽ 3 to 6 ഒഴികെ PM, LM, 6 to 3 വരെയുള്ള എല്ലാ കുട്ടികളുടെയും അമ്മമാരുടെ അവരുടെയൊക്കെ KYCയും ഫേസ് വെരിഫിക്കേഷനും നടത്തി അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, വേണ്ടവരുടെയും വേണ്ടാത്തവരുടെയും എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ചെയ്യുക. ഇതിൻ്റെ ഡൗട്ടുകൾ നിങ്ങൾ ഇൻബോക്സിൽ ചോദിക്കാം, അതനുസരിച്ച് നമ്മൾ മറുപടി തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.